ഹലോ ഫ്രണ്ട്സ്, ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോൾ അവളും പുറകെ വരുന്നുണ്ട് കിവി. എന്താണെന്നറിയോ, കിവിക്ക് ഫുഡ് കഴിക്കാൻ സമയമുണ്ട് കേട്ടോ രാത്രിയിലെ. അപ്പോൾ അമ്മ എന്തോ ഉണ്ടാക്കുന്നത് നോക്കട്ടെ എന്നും പറഞ്ഞ് വന്നിരിക്കുകയാണ്. അവളുടെ ഇരുത്തം കണ്ടോ നിങ്ങൾ? ശരി, നമുക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം. അവൾക്ക് ചിക്കനും മീനൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാൻ വെച്ചിട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പെഡിഗ്രി ഇരിപ്പുണ്ട്. അപ്പോൾ പെഡിഗ്രി കൂടെ കുറച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം നമുക്ക് 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് വേവിച്ച് കഴിയുമ്പോഴാണ് അവൾക്ക് ചോറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആവും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അവൾ ഒരു പൊട്ട് പോലും ഇല്ലാതെ എല്ലാം കഴിക്കും കേട്ടോ. കിവിക്ക് മാത്രമല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് ജാക്കിക്കും കൂടെ ഉള്ളതാണ്. 2 പേരുണ്ടല്ലോ ഈ വീട്ടിൽ. ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികളെയൊക്കെ വളർത്തുന്നത് വളരെയധികം നമ്മുടെ ലൈഫിൽ ഒരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവർ വളർത്തുന്നവർക്കറിയാം എത്രത്തോളം സന്തോഷമാണ് അവർ നമുക്ക് തരുന്നതെന്ന്. അവർ വായ കൊണ്ട് മിണ്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിവിയാണെങ്കിൽ കുഞ്ഞുനാൾ മുതലേ എൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവും കേട്ടോ. അവൾ കുറേ ചില്ലറ പണികളൊക്കെ വീട്ടിൽ ചെയ്യാറുമുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെ ഫുഡൊക്കെ ഇത് തിളച്ച് നല്ല വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിന് ചോറിലേക്ക് അങ്ങോട്ട് ഇട്ട് ചോറ് അങ്ങോട്ട് നല്ല പോലെ മിക്സാക്കി 2 പേർക്കും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ, നമുക്കതൊന്ന് റെഡിയാക്കാം. ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 പേർക്കും കൂടെ ഉള്ള ചോറാണ്. ഈ കറിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം കേട്ടോ. മുട്ടയും ഈ പെഡിഗ്രിയൊക്കെ ചിലപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ടാവും. അത് വേവേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ അവർക്ക് കടിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷെ നല്ല സ്മെല്ലുണ്ടാവും ഈ പെഡിഗ്രിയുടെ. അതുകൊണ്ട് തന്നെ ചോറ് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മിണ്ടാപ്രാണികളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവർ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുകയെ. അവളുടെ പാത്രത്തിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കുക. നമുക്ക് വെച്ച് കൊടുക്കാം. എന്താ ചെയ്യുന്നത് നോക്കാമല്ലോ. ചൂടുണ്ട് കേട്ടോ, ചെറിയ ചൂട്. അവൾ ചെറിയ ചൂടുണ്ടെങ്കിൽ കഴിക്കൂല. പിന്നെ നല്ലപോലെ ചൂട് അറിയതിന് ശേഷമാണ് കഴിക്കുള്ളൂ. നോക്കിക്കോ, അപ്പോൾ സ്മെല്ല് ചെയ്ത് നോക്കും. ചൂടുണ്ടെങ്കിൽ അവൾ കഴിക്കില്ല. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് ഫുള്ള് കഴിച്ച പാത്രം മാത്രം ഇരിക്കുന്നത് കണ്ടിട്ട്. അതെനിക്ക് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ വെളിയിൽ പോയതുകൊണ്ട്. ഓക്കേ.